എന്താ മോളെ ദേവി വിശക്കുന്നുണ്ടോ? കർണനെ ഒഴിവാക്കിയതുപോലെ ഈ സുന്ദരിയായ കുട്ടിയെ എങ്ങനെ അവർക്ക് ഒഴിവാക്കാൻ തോന്നിയത്? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അവര് വേണ്ടാന്ന് വെച്ചു, നമ്മള് വേണോന്ന് വെച്ചു, അത്രേ ഉള്ളൂ. പൊന്നുമോള് വീട്ടിൽ വന്ന് നമ്മളെ അച്ഛനോ അമ്മയോ ആക്കി. ഓ മോ 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 മോ. അയ്യോ അയ്യോ. ഓ മോളെ അയ്യോ, വിശക്കുന്നുണ്ടോ കരയല്ലേ എന്റെ മക്കളെ? മോൾക്ക്? അയ്യോ. കരയില്ലടാ. ചേട്ടാ പോയി പാലെടുത്തിട്ട് വാ. ആ പിന്നെ ഒരു പാത്രം കൂടി എടുത്തിട്ട് വാ. ഏത് പാത്രം? അയ്യോ നമുക്ക് കുട്ടികൾ ഉണ്ടാവുമെന്ന് വിചാരിച്ച് വാങ്ങിച്ചില്ലേ, അതെടുത്തിട്ട് ഓ വാ. അതാണല്ലേ. എന്താ മോളു വിശക്കുന്നുണ്ടോ? ആ പാല് തരാം കേട്ടോ, കരയല്ലേ. ഓ എന്താടാ മോളു? ആ, പാല് വന്നല്ലോ. ആ ആ ആ മോള് പാല് കുടിച്ചേടാ. ആ വാ തുറക്ക്. പാല് കുടിക്കുക. ചേട്ടാ കുട്ടി കരഞ്ഞോണ്ടിരിക്കുന്നു, കളിപ്പാട്ടം എന്തേലും എടുത്തിട്ട് വാ. കളിപ്പാട്ടം? ഞാൻ നേരത്തെ കുട്ടി എടുത്തപ്പോഴേ ആ പാവയിൽ നിന്നോ കിലിങ്ങുന്ന ശബ്ദം കേട്ടു. നിക്ക്, ഞാൻ നോക്കട്ടെ. ഓ ഓ ഓ ഓ എന്താടാ മോളു? ആ ചേട്ടാ അധികം കൊണ്ടുവാ കൊണ്ടുവാ. ആ ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോ കുട്ടി കരച്ചിൽ നിർത്തി. ഒന്നുകൂടെ കേൾപ്പിച്ചേ. അതെ, കുട്ടി കരച്ചിൽ നിർത്താനും പാല് കുടിക്കാനുള്ള വിദ്യ ഈ ചിലങ്കയിലാ ഉള്ളത്. ഓ ഓ ഓ നിങ്ങൾ ആ ചിലങ്ക കിളക്കിക്കൊണ്ടിരിക്കേ, ഞാൻ പാല് കൊടുക്കാം. കുടിക്കൂ 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 കുടിക്കൂ. ആ ആ ആ പാവയിൽ ചിലങ്ക ഉണ്ടായിരുന്നുകൊണ്ട് മോളുടെ അമ്മ നല്ല നർത്തകിയാണെന്ന് തോന്നുന്നു.